ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം आज मैं जो वचन के विषय में मनन करने जा रहा हूं, ദൈവം മാനവജാതിയെ സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രത്യേകത. परमेश्वर जो मानव जाति को प्रेम किया, उस प्रेम की विशेषता क्या है। മാനവജാതിയെ സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പറയേണ്ട കർത്താവ് തോംസനെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആ വലിപ്പം. और जब मैं ऐसे कहता हूं कि मानव जाति को परमेश्वर ने प्रेम किया हुआ, उस प्रेम की विशेषता क्या है, तो उसमें एक कदम और बढ़कर मैं कहना चाहूंगा कि परमेश्वर ने प्रत्येक व्यक्ति को या प्रभु के दास पास्टर थॉमसन को किस प्रकार से प्रेम किया, उसकी विशेषता क्या होगा। ഞാൻ ആരാണ്, നമ്മൾ ആരാണ്, എന്തുകൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമ്മുടെ എന്ത് പ്രത്യേകതയാണ് കർത്താവിനെ അട്രാക്ട് ചെയ്തത്. और हम कौन हैं, क्यों प्रभु ने हमसे परमेश्वर ने हमसे प्रेम किया, या प्रभु का प्रेम हम पाने लायक हमारे अंदर क्या खूबी थी। ഞാൻ എൻ്റെ ഈ മനുഷ്യായുസിൽ ഞാൻ പഠിച്ചൊരു പാഠം, ഒരു മനുഷ്യനും തന്നെത്താൻ ത്യാഗം ചെയ്ത് വേറൊരാളെ സ്നേഹിക്കുന്നത് വളരെ റയറാണ്, വളരെ ചുരുക്കമാണ്. और मैंने मेरे इस जीवन काल में सीखा हुआ एक सत्य यह है कि कोई भी मनुष्य दूसरा व्यक्ति को अपना जीवन देकर प्रेम करना बहुत कम है। വിവിധ തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ ഡയറക്റ്റ് ദൈവവചനത്തിലേക്ക് വരികയാണ്. विभिन्न प्रकार के प्रेम के विषय में हम अध्ययन कर सकते हैं, परंतु मैं उन विषयों की ओर नहीं जाना चाहता हूं। मैं सीधे वचन की ओर से बोलना चाहूंगा। പേപ്പറും പേനായും ഒക്കെ ഉള്ളവര് തയ്യാറായിരുന്നാൽ ഞാൻ കുറച്ച് റെഫറൻസ് തരാം. और यदि एक कलम और पेपर आपके हाथ में रहे तो मैं कुछ आयतों को आपके पास दूंगा। ഇല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പിന്നീട് യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം. नहीं तो ये रिकॉर्डिंग हो रहा है, उसके बाद में जब इसको यूट्यूब में डाला जाएगा तो आप उसको वापस सुन सकते हैं। ഏതായാലും ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. और जो कुछ भी हो, यदि आज के इस संदेश को आप बड़े ध्यान पूर्वक सुनते हैं और अपने व्यक्तिगत प्रायोगिक जीवन में उसको लागू करते हैं तो आपका जीवन को ये बदल सकता है। ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം വലിപ്പം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പിന്നീട് നാം കർത്താവിനോട് പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. यदि परमेश्वर ने हमसे जो प्रेम किया है, उस प्रेम की गहराई को, चौड़ाई को यदि हम समझने की कोशिश करें तो बाद में हम परमेश्वर के और कभी भी शिकायत करते हुए कभी ना बैठेंगे। പിന്നീട് നമ്മൾ കർത്താവെ തരണമേ തരണമെന്ന് പ്രാർത്ഥിക്കത്തില്ല, പിന്നെയോ എനിക്ക് ഈ കർത്താവിന് വേണ്ടി എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കും. फिर उसके पश्चात हम परमेश्वर से इस प्रकार से प्रार्थना नहीं करेंगे कि परमेश्वर मुझे दे दो, परंतु ऐसे हमारा सोच विचार बदल जाएगा कि प्रभु के लिए मैं अपने जीवन से क्या कर सकता हूं। ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണാൻ സാധിക്കുന്നത്, എത്ര കിട്ടിയാലും മതി വരത്തില്ല, തികയത്തില്ല, പിന്നെയും വിശാലത വേണമെന്ന് ചിന്തിക്കുന്നവരാ. और आज की पीढ़ी की एक समस्या या विशेषता यह है कि वे कितना भी हासिल करे उनके लिए वो पर्याप्त नहीं है, और चाहिए और मुझे जरूरत है, ऐसे मांग करने वाले रहते हैं। ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ആസിറ്റീസ് നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു അങ്ങനെയുള്ളതിൽ തൃപ്തരായിരിക്കാനാ പഠിപ്പിക്കുന്നത്. प्रभु का वचन हमें सिखाता है कि हम जिस स्थान में जैसे भी हो उसी में संतुष्टि पाने के लिए प्रभु हमसे कहता है। പക്ഷെ ദൈവദാസന്മാർ പഠിപ്പിക്കുന്നത് പിന്നെ നിനക്ക് വിശാലത വഴി തുറക്കും എന്ന് പറഞ്ഞ് അവരെ കൂടുതൽ ഗ്രീഡിയാക്കി തീർക്കുക. परंतु प्रभु के दास लोग ऐसे गलत रीति से सिखा देते हैं कि तुझे प्रभु और विशालता की ओर ले जाएगा, और ऐसे बोलकर उन्हें और लालची बना देते हैं। നമ്മള് പിന്നെയും പിന്നെയും ലഭിക്കണം ലഭിക്കണം എന്നല്ലാതെ കൊടുക്കണം ചിന്തിപ്പിക്കത്തില്ല. और हमें आगे और प्राप्त करने वाला हमें बनाता है, परंतु कभी देने वाला हमें नहीं बनाते हैं।
ദൈവവചനം പറഞ്ഞ നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഉത്തമം. प्रभु का वचन हमसे ये कहता है, हमारे लेने से भी बढ़कर देना उत्तम बात है। അപ്പൊ കർത്താവ് നമുക്ക് എത്രമാത്രം സ്നേഹം തന്നോ ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂ. प्रभु परमेश्वर ने हमसे कितना प्रेम किया है, क्या वो प्रेम हम प्रभु को दे पाएंगे? അപ്പൊ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ അളവിനെ കുറിച്ച്, ആ മെത്തേഡിനെ കുറിച്ച്, ആ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഓ ദൈവം എന്താ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ചിന്തിക്കുന്നത്. और जब परमेश्वर ने हमारे प्रति किया हुआ उस प्रेम के गहराई को और उसके उस माप को जब हम जान जाएंगे, तब हम ये समझेंगे कि परमेश्वर ने मेरे लिए क्या कुछ किया है। എല്ലാവർക്കും സുപരിചിതമായ വചനത്തിലൂടെ ഞാൻ തുടങ്ങാം. और सब लोग जान पहचान रखने वाला एक वचन से मैं शुरुआत करता हूँ। യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. यूहन्ना रचित सुसमाचार 3 अध्याय उसकी 16 पद। തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം തോംസനെ സ്നേഹിച്ചു. क्योंकि परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना एकलौता पुत्र दे दिया, ताकि जो कोई उस पर विश्वास करे वह नष्ट ना हो परंतु अनंत जीवन पाए। ഇവിടെ വേദപുസ്തകത്തിൽ ഈ വാക്യങ്ങൾ നമ്മൾ പേഴ്സണലൈസ് ചെയ്യുക, നമ്മൾ വ്യക്തിപരമായി എനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുക. और इस वचन में लिखी हुई इन आयतों को हम व्यक्तिगत रीति से हमारा नाम वहां पर लिखकर हम पढ़ सकते हैं। ഈ ദൈവത്തിന്റെ സ്നേഹത്തെ പിടിച്ചു പറ്റുവാൻ നാം എന്ത് ചെയ്യണം? और इस परमेश्वर के प्रेम को हमारे जीवन में हासिल करने के लिए हमें क्या करना है? ഒരു സിമ്പിൾ മെത്തേഡാ, ഫോർമുലയാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. एक सरल एक तरीका यहाँ पर वचन में बताया गया है। പിതാവ് തന്റെ പുത്രനെ അയച്ച പുത്രൻ, ഇഫ് യു ആർ റെഡി ടു ബിലീവ് ഇൻ ഹിം, അതാ പറഞ്ഞ നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാ, അവനിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ആ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിൽ പിടിച്ചു പറ്റാൻ പറ്റും. पिता ने अपने पुत्र को भेजा और यदि हम केवल उस पर विश्वास करने के लिए ही तैयार होते हैं तो उसी का सारी आशीषों को हमें वो देता है। എന്തെങ്കിലും അവന് കൊടുത്തിട്ട് അവന്റെ സ്നേഹം പിടിച്ചു പറ്റാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അതുപോലെ ഫൂളിഷ്നെസ് മറ്റൊന്നില്ല. हम परमेश्वर के लिए कुछ देकर उसी का प्रेम को हमारे जीवन में हम हासिल करेंगे, ऐसे हम सोच रखते हैं तो हमसे भी बड़ा मूर्ख इस दुनिया में और कोई नहीं है। അവന് നമ്മുടെ പൈസ കൊടുത്തിട്ട് അവന്റെ സ്നേഹം പിടിച്ചു പറ്റാന്ന് ചിന്തിച്ചാൽ അവൻ ഒരിക്കലും ഒരു ഭിക്കാരിയല്ല, അവന് ഒരു ഭിക്ഷക്കാരനല്ല. और यदि हमारी धन देकर वो प्रभु का प्रेम हम अपने जीवन में हासिल करेंगे ऐसे हम सोच रहे हैं तो हमारा प्रभु एक भिखारी नहीं है। ഈ സൂര്യനെയും ചന്ദ്രനെയും ആകാശഗോളങ്ങളെയും ഗാലക്സികളെയും കാട്ടിലെ മൃഗങ്ങളെയും യുജാതികളെയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളൊരു കോഴിയെയോ ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു തിരിയെ കത്തിച്ചാല് പ്രൈസ്തലോം പ്രസാദിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതുപോലെ മണ്ടത്തരം വേറില്ല. और इस सारे भूमंडल को, तारागणों को, आकाश को, सारी सृष्टि को बनाया हुआ परमेश्वर थे। यदि हम एक छोटी सी मुर्गी देने के लिए चाहे और ऐसे देकर वो प्रभु का प्रेम को अपने आप अपना करने के लिए हम ऐसे इच्छा करते हैं तो हमारे जैसा एक मूर्ख इस दुनिया में और कोई नहीं होगा। തെറ്റിപ്പോയ ജനത്തെ, പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ഒരു മെത്തേഡ് ഉണ്ടാക്കിയത് ഇത് മാത്രമാ. നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ കുഞ്ഞെ എന്നാ ചോദിക്കുന്നത്. और भटके हुए प्रभु के लोगों को या मानव जाति को प्रभु की ओर तक लौटा कर ले आने का और प्रभु से आशीषित कराने का एक ही एक मार्ग प्रभु ने रखा है। प्रभु कहता है, बेटा बेटी तू मुझसे विश्वास करने के लिए तैयार हो क्या? നീ കഷ്ടപ്പെട്ട് ചെരുപ്പ് പോലും ഇടാതെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് അവനെ പ്രസാദിപ്പിക്കണ്ട, തിരി കത്തിക്കണ്ട, യാഗം കഴിക്കണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ബിലീവ്. നീ പുത്രനിലൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. तू कष्ट उठाकर बिना चप्पल पहने हुए नंगे पांव कहीं जाने की या कुछ चढ़ावा देने की आवश्यकता नहीं है, कोई त्याग उठाने की आवश्यकता नहीं है।
केवल और केवल विश्वास कर और मैं तेरे जीवन में सारी आशीषों को दूंगा। നമ്മളോടൊന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവം അതിന് കൊടുക്കുന്ന വില തന്റെ ഏകജാതനായ പുത്രന്റെ രക്തമാണ്, അവന്റെ പ്രാണനാണ്, അവന്റെ ജീവനാണ്. और ये बात हमें याद रखना है, जब परमेश्वर हमसे कहता है कि तुम सिर्फ विश्वास करो, उसके लिए परमेश्वर ने दी हुई जो रकम है या जो मोल है, वो अपना एकलौता पुत्र को हमारे लिए उस क्रूस पर दे दिया था। തോംസൺ എന്ന ഞാൻ അവന് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുമ്പോൾ അവൻ എനിക്ക് വേണ്ടി ചിലവിടുന്നത് അവന്റെ അവസാനത്തുള്ള രക്തം വരെയാണ്, അവന്റെ പ്രാണനാണ്, അവന്റെ ജീവനാണ്, തന്റെ ഏകജാതനായ പുത്രനാണ്. प्रभु के दास ऐसे आपको समझाना चाहता है कि परमेश्वर के दास से प्रभु प्रेम करने के लिए प्रभु के दास ने परमेश्वर के प्रति कुछ नहीं करता है, परंतु प्रभु के दास के प्रति जो प्रेम प्रभु दिया, उसलिए उसका पुत्र का आमीन जो आखिरी बूंद लहू है वो तक उसको देना पड़ा। ഞാൻ ചിന്തിക്കുക അതെന്തോ സ്നേഹമെന്ന് ആലോചിച്ച് നോക്കിയേ. और मैं ऐसे सोचता हूं ये किस प्रकार का प्रेम है, അതെന്തോ ഒരു പ്രണയമാണ് നമ്മളോടുള്ളത്. और ऐसा कौन सा प्रेम है जो प्रभु हमसे रखता है। അതിനെ നമ്മൾ സ്നേഹമെന്ന് വിളിക്കുക, സ്നേഹത്തിന്റെ ഏത് ഭാഷയിൽ വിളിച്ചാൽ പറ്റും, അതൊരു പ്രണയമാണ്. കാരണം എന്റെ യാതൊരു കാര്യവും പ്രതിഫലം ഇച്ഛിക്കാതെ അവൻ എന്നെ സ്നേഹിക്കുന്ന ആ പ്രണയം ഒരു വലിയ പ്രണയമാണ്. और उसी को हम केवल प्रेम है ऐसे बोलने से भी बढ़कर मेरे से एक लगाव है, एक रिश्ता उसका है, उसी को हम प्रेम के रूप में हम बताते हैं। वो मुझसे कुछ भी ना चाहते हुए, कुछ भी इच्छा ना रखते हुए मेरे जीवन को उसने किस प्रकार से प्रेम किया। അതാ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ പാപത്തിൽ ദുഃഖിക്കുന്നു എന്ന് കാണുന്നു. ഞാനൊന്ന് വായിക്കാം. പ്രൈസ് ലോർഡ്. യേശയ്യാ പ്രവചനം 63:9. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു, തന്റെ സ്നേഹത്തിലും കനിവിലും അവർ അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു, എന്നാൽ അവർ അവനോട് മത്സരിച്ചു. यशायाह പരിശുദ്ധാത്മാവിനെ नबी ഓക്കെ. यशायाह नबी की पुस्तक 63 अध्याय उसके 9 वचन में इस प्रकार लिखा हुआ है, उनके सारे संकट में उसने भी कष्ट उठाया और उसके सम्मुख रहने वाले दूत ने उनका उद्धार किया। प्रेम और कोमलता से उसने आप ही उनको छुड़ाया। उसने उन्हें उठाया और प्राचीन काल में सदा उन्हें लिए फिरा। तो भी उन्होंने बलवा किया और उसके पवित्र आत्मा को खेदित किया। എത്ര ദുഃഖിപ്പിച്ചിട്ടും, എത്ര വിഷമിപ്പിച്ചിട്ടും, എത്ര അനുസരണക്കേട് കാണിച്ചിട്ടും പിന്നെയും നമ്മുടെ ചുമന്നുകൊണ്ട് നടന്ന് സ്നേഹിക്കുന്ന അവന്റെ നിത്യമായ സ്നേഹത്തിന്റെ വലുപ്പം എത്ര വലുതാണ്. कितना भी हम उसको दुख दिलाए, कितना भी हम उसके सामने अनाज्ञाकारी बने, कितना भी हम उसी के विषय में बलवा भी करे, फिर भी वो हमसे इतना प्रेम करता है कि ताकि हमें अपने हाथों से वो बचाकर हमें अनंतता की जीवन की ओर ले चल रहा है। അവിടെയും പറയാണ്, അനുസരണക്കേട് കാണിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടും അവന് നമ്മുടെ പാപത്തെ കുറിച്ച് ദുഃഖമുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായി അവൻ എന്നെ സ്നേഹിക്കുന്നു. वहां पर लिखा हुआ है अगले आयत में कि तो भी उन्होंने बलवा किया, पवित्र आत्मा को खेदित किया, फिर भी परमेश्वर हमसे कितना प्रेम रखता है। ഒരു പിതാവിനും മാതാവിനും മക്കൾ ചെയ്യുന്ന തെറ്റിലും അനുസരണക്കേടിലും ഉള്ളിൽ ദുഃഖമുള്ളപ്പോൾ തന്നെ തന്റെ മക്കൾ എന്നുള്ള നിലയിൽ അവർ സ്നേഹിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് നാം ചെയ്യുന്ന, മാനവജാതി ചെയ്യുന്ന ഓരോ തെറ്റിലും കഷ്ടതയിലും അവൻ തെറ്റുകളിലും അവൻ ദുഃഖിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ നിത്യമായ സ്നേഹം കൊണ്ട് സ്നേഹിക്കുക. जैसे एक माता पिता अपने बच्चों के द्वारा किए हुए हर एक गलतियों को, हर एक अपराधों को जिस प्रकार क्षमा करता है, वैसे स्वर्गीय पिता भी
हमारे और आपके हर एक गलतियों को, अपराधों को क्षमा करते हुए वो अनंत प्रेम देकर हमें अपना पास ले चलता है। അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ൽ അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തോടെ പറയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, കാരണം അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. इसलिए इफिसियों की पत्री, नए नियम में इफिसियों की पत्री 4 अध्याय उसके 30 वचन में इस प्रकार प्रभु का वचन लिखा है कि परमेश्वर की पवित्र आत्मा को शोकित मत करो, जिससे तुम पर छुटकारे के दिन के लिए छाप दी गई है। കാരണം നമ്മെ സ്നേഹിക്കുന്നുണ്ട് വീണ്ടും 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 നമുക്ക് വാഴ്ച ചേതാവിന് നിർദ്ദേശം തരിക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കാരണം പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ റിഡീം അല്ലെങ്കിൽ വീണ്ടെടുപ്പിനായി മുദ്രയിട്ട് വെച്ചിരിക്കുന്നത്. और कारण यह है कि बार बार हम गलती करने के बावजूद भी परमेश्वर हमें सतर्क करता है, हमें चेतावनी देता है कि तुम प्रभु की पवित्र आत्मा को खेदित न करे, क्योंकि ये पवित्र आत्मा ही है जो हमें उस छुटकारे के दिन तक हमें संभालता है और हमें ले चलता भी है। എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക നിങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം. ആ മുദ്രയെ പൊട്ടിക്കാൻ ഒരു ലൂസിഫറിനും പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ അവനെ ദുഃഖിപ്പിക്കരുത്. और इसका अर्थ इतना ही है कि पवित्र आत्मा ने उस छुटकारे के दिन तक के लिए हमारे ऊपर छाप लगाया हुआ है। वो चाहे कितना भी बड़ा लूसीफर क्यों ना हो, उस छाप को हमारे ऊपर से वो हटा नहीं पाएगा, परंतु हमें ये बात को ध्यान रखना है कि हमें प्रभु की पवित्र आत्मा को खेदित नहीं करना है। നമ്മുടെ എന്തോ മെറിറ്റ് കണ്ടിട്ട് അവൻ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത്. हमारे अंदर कौन सी खूबी देखकर वो परमेश्वर हमसे प्रेम करने लगा। നോക്ക്, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം എന്ത് പറയുന്നു നമുക്ക് നോക്കാം. ഡ്യൂട്ടോണമി. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. रेफरेंस पर है पास्टर, ड्यूटोनॉमी 7:13. व्यवस्था विवरण की पुस्तक उसके 7 अध्याय उसके 13 पद में हम इस प्रकार वचन में देखते हैं, और वह तुझसे प्रेम रखेगा और तुझे आशीष देगा और गिनती में बढ़ाएगा, और जो देश उसने तेरे पूर्वजों से शपथ खाकर तुझे देने को कहा है उसमें वह तेरी संतान पर और अन्न, नए दाखमधु और टटके तेल आदि भूमि की उपज पर आशीष दिया करेगा, और तेरे गाय बैल और भेड़ बकरियों की बढ़ती करेगा। എന്താ ഇന്ന് നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത്? आज क्यों हम इस प्रकार से अच्छे वस्त्र पहनकर बैठते हैं? എന്താ നമ്മൾ നല്ല വീട്ടിൽ പാർക്കുന്നത്? आज क्यों हम अच्छे अच्छे मकानों में रह रहे हैं? എന്താ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കുന്നത്? क्यों हमारे बच्चे आज आशीषित अनुभव में चल रहे हैं? എന്താ നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നത്? क्यों हम अच्छे भोजन को खा रहे हैं? നമ്മൾ എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്തിട്ടാണോ? क्या हमने उसी के लिए कुछ खास कार्य को करने से है क्या? നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ? क्या हमारे अंदर से कोई योग्यता है इसलिए है क्या? ഇവിടെ ദൈവവചനം പറയാ, ഇതൊന്നുമല്ല കുഞ്ഞെ, അവന്റെ നിത്യമായ സ്നേഹം കൊണ്ടാണ് നിനക്ക് ഇത് ലഭിച്ചിരിക്കുന്നത്. और वचन हमें ये बताता है कि ये कोई हमारी खूबी के अनुसार नहीं, परंतु परमेश्वर के उस अनंत प्रेम के कारण हम सब इसको हासिल करते हैं। ഇന്ന് നമ്മുടെ വിഷയം അതാ, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം. और हमारा आज का विषय भी वही है कि परमेश्वर ने हमसे किया हुआ प्रेम का वो प्रतीक किस प्रकार का है। എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യത കൊണ്ടോ ആണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവത്തിന്റെ നിത്യമായ സ്നേഹം കൊണ്ടും അവന്റെ ദാനം കൊണ്ടും അവന്റെ കരുണ കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ചിന്തിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവന് മഹത്വം കൊടുക്കുവാൻ സാധിക്കും.
ഇല്ലെങ്കിൽ പ്രൈസ് ലോർഡ് നിങ്ങളുടെ സ്വയം ശ്രേഷ്ഠതയിലോ മെറിറ്റോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഫൂളാണ്, അല്ലെങ്കിൽ നിങ്ങൾ മണ്ടരാണ്. അത് ഫൂളിഷ്നെസ് ആണ് കാര്യം നിങ്ങൾ മറന്നു കളയരുത്. आज सुबह प्रभु के वचन सुनने वाले प्रिय लोगों, ये बात को हमें ध्यान रखना है कि आज हम जो अनुभव करने वाले सारी आशीषें हैं और अच्छे अनुभव जो हैं वो परमेश्वर का प्रेम का ही कारण है, और प्रभु ने हमारे ऊपर जो दया करता है उसी के वजह से हम सारे अनुभवों को प्राप्त करते हैं। इस बात को हमें अच्छी रीति से समझना जरूरी है। अन्यथा यदि हम ऐसे सोचते हैं कि हमारे अंदर की कोई खूबी या हमारे अंदर के कोई लायकी के कारण हम इन सारी आशीषों को अनुभव कर रहे हैं, तो हमारे जैसे और मूर्ख इस दुनिया में और कोई नहीं होगा। പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചെന്ന കാര്യം നമുക്ക് മനസ്സിലായല്ലോ. और इसी से हम ये बात को समझ पाते हैं कि हमारी कोई योग्यता से नहीं कि परमेश्वर ने हमसे जो प्रेम किया है। പ്രൈസ് ലോർഡ്. ഞാൻ നിന്നെ സ്നേഹിച്ച നിത്യമായ സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ദയ ദീർഘിപ്പിച്ചിരിക്കുന്നതെന്നാ ജിരമ്യാ പറയുന്നത്. और यिर्मयाह की पुस्तक में इस प्रकार कहता है कि मैंने अनंत प्रेम से तुझे प्रेम किया है, इसलिए आमीन मैं तुझे तेरे ऊपर धीरज धर कर रहता हूँ। ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ലോർഡ്. ഇങ്ങനെ പറയുന്നത് 31 ജിരമ്യാ 31:13 മുതലുള്ള കാര്യങ്ങൾ ഞാൻ 13-14 ഞാൻ വായിക്കാം. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ടും തണുപ്പിക്കും. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തരാകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. यिर्मयाह की पुस्तक उसके 31 अध्याय उसके 13-14 पद में इस प्रकार लिखता है, उस समय उनकी कुमारियां नाचती हुई हर्ष करेगी, जवान और बूढ़े एक संग आनंद करेंगे, क्योंकि मैं उनके शोक को दूर करके उन्हें आनंदित करूंगा। मैं उन्हें शांति दूंगा और दुख के बदले आनंद दूंगा। मैं याजकों को चिकनी वस्तुओं से अति तृप्त करूंगा और मेरी प्रजा मेरे उत्तम दानों से संतुष्ट होगी। यहोवा की यही वाणी है। ഇത് തന്നെയാണ് പ്രൈസ് ലോർഡ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ദുഃഖത്തെ ഞാൻ സന്തോഷമാക്കി തീർക്കും. और यही बात को यीशु मसीह जो है यूहन्ना रचित सुसमाचार 16 अध्याय में ये बात को बताता है कि तुम्हारे दुख को मैं आनंद में बदल दूंगा। പ്രൈസ് ലോർഡ്. ആ സന്തോഷം അത് പൂർണ്ണമായിരിക്കും, നിങ്ങൾ അത് ആരും എടുത്തു കളയത്തില്ല. और यीशु मसीह ये बात को बताता है कि वो आनंद जो है वो तुम्हारे जीवन में पूर्णता में रहेगा और उसे कोई भी तुम्हारे जीवन से ले नहीं पाएंगे। ഇതൊക്കെ എന്തുകൊണ്ട് ദൈവം ചെയ്യണം? നിങ്ങളുടെ എന്തെങ്കിലും യോഗ്യത കണ്ടിട്ടാണോ? ये सब परमेश्वर क्यों हमारे जीवन में करना है? क्या हमारे अंदर से कोई खासियत या खूबी देखकर है क्या? ഒന്നേ ഉള്ളൂ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ നിത്യമായ സ്നേഹം. एक ही एक बात हम इसी के प्रति देखते हैं कि परमेश्वर को हमारे प्रति जो अनंत प्रेम है इसी के वजह से। പ്രൈസ് ദി ലോർഡ്. അല്ലാതെ തിരിച്ചാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ നിഗളം കൊണ്ട് ചിന്തിച്ചു പോവുകയാണ്, അഹങ്കാരം കൊണ്ട് ചിന്തിക്കുകയാണ്, അതിന് കോൺസിക്വൻസ് ഉണ്ടാവും. और यदि अन्यथा हम किसी और रीति से इस बात को समझने की कोशिश कर रहे हैं तो हो सकता है कि हमारे जीवन में हमारी अहंकार के वजह से या हमारे मूर्खता के वजह से ये कार्यों को करते हैं, उसका परिणाम हमारे जीवन में हमें देखना पड़ेगा। യെശയ്യാവ് 63:9 ഇങ്ങനെയാ വായിക്കുന്നത്, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സുമുഖദൂതൻ അവരെ രക്ഷിച്ചു, തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു, എങ്കിലും അവരോട് മത്സരിച്ചു. यशायाह नबी की पुस्तक 63 अध्याय उसके 9 वचन में इस प्रकार हमने पढ़ा था कि उनके सारे संकट में उसने भी कष्ट उठाया, उनके सम्मुख रहने वाले दूत ने उनका उद्धार किया, प्रेम और कोमलता से उसने आप ही उनको छुड़ाया, उसने उन्हें उठाया और प्राचीन काल से सदा उन्हें लिए फिरा।
ഇവിടെ പറയുക അവന്റെ സ്നേഹത്തിലും കരുതലും കനിവിലും ആണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. और यहाँ पर बताया जाता है कि परमेश्वर का प्रेम और उसकी कोमलता के कारण हम यहाँ पर उसकी उपस्थिति में बैठते हैं। നിങ്ങൾ കുഷ്ഠരോഗി പാപത്താൽ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ സ്നേഹിച്ചു. और जब हम पाप के उस बीमारी में या उस कोढ़ की अवस्था में हम पड़े हुए थे, तब भी वो प्रभु ने हमें प्रेम किया। കാരണം വീട്ടിൽ കയറ്റാനുള്ള യോഗ്യത പോലും നമുക്കില്ലായിരുന്നു. അപ്പോൾ തന്നെ ആ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. और किसी के घर में लेने के लायक हम नहीं थे। ऐसे कोढ़ की अवस्थाओं में हम जब पड़े हुए थे, ऐसी परिस्थिति में प्रभु ने हमें प्रेम किया और उसने हमें अपनाया है। നമ്മൾ അന്ധരായിരുന്നു, നമ്മൾ ചെകിടരായിരുന്നു, നമ്മൾ ഊമരായിരുന്നു. ആ സമയത്ത് ആ നിത്യമായ സ്നേഹം കൊണ്ടും കനിവിലും നമ്മളെ സ്നേഹിപ്പാനിടയായി. हम अंधे थे, हम बहरे थे, हम सुनने के लिए बोलने के लिए कोई क्षमता हमारे अंदर नहीं थी। ऐसे समय में परमेश्वर ने अपने अनंत प्रेम से हमें प्रेम किया और हमें अपना बनाया है। ഇന്ന് എന്നിലും നമ്മളിലും എന്തെങ്കിലും ഒരു മാന്യത കാണുന്നുണ്ടെങ്കിൽ അവൻ സ്നേഹിച്ച സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, അത് മറ്റൊന്നുമല്ല. और आज हमारे अंदर किसी भी प्रकार की मान्यता या किसी भी प्रकार की खासियत दिखाई दे रहा है, तो वो परमेश्वर ने जो हमारे प्रति प्रेम किया है उसकी एक परछाई ही है। യേശയ്യാ പ്രവചനത്തിൽ യേശയ്യാ പറഞ്ഞ അതേ കാര്യമാണ് അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനം 5:8 പറയുന്നത്. यशायाह नबी में यशायाह भविष्यवक्ता ने जो बातों को बताया था, वही बात रोमियो की पत्री 5 अध्याय 8 वचन में पौलुस भी बताता है। ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ഞാൻ പേഴ്സണലൈസ് ചെയ്ത് വായിക്കാതെ, ക്രിസ്തുവോ തോംസൺ പാപിയായിരിക്കുമ്പോൾ തന്നെ തോംസന് വേണ്ടി മരിക്കിയാൽ ദൈവം തോംസനോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. इस आयत को चाहे तो आप अपने व्यक्तिगत नामों को रखकर पढ़ सकते हैं, परंतु परमेश्वर हम पर अपने प्रेम की कमाई इस रीति से प्रकट किया कि जब हम पापी ही थे, तभी मसीह हमारे लिए मरा। ഒരു പാട്ടുണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാ. നമ്മൾ എത്ര ദൂരം പോയോ അത്ര നേരം അവൻ നമുക്ക് വേണ്ടി കാത്തിരുന്നു. और एक गीत इस प्रकार का है, मैं बहुत पसंद करने वाला एक गीत हूँ। वो इस प्रकार उसकी बोली है कि हम जितने दूर उससे चले गए हैं, उतना ही समय वो हमारे लिए इंतजार किया। അത് ആ ഭാഗം വായിക്കും, ആ പാടുമ്പോ ചിലപ്പോഴൊക്കെ എന്റെ കണ്ണ് നിറഞ്ഞു പോകും. और वो जो गीत का वो भाग आता है और हम जब उसे गाते हैं, तो कई बार हमारी आंखों में आंसू भर जाते हैं। ക്രിസ്തുവിനെ വിട്ടിട്ട് ഞാൻ എത്ര ദൂരം പോയോ, ഞാൻ മടങ്ങി വരുന്നവരെയും അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. मैं मसीह को छोड़कर जितना दूर चला गया, उतना ही मैं लौट कर आने तक वो प्रभु मेरे लिए इंतजार किया है। ആ സ്നേഹമാണ് അത്, കർത്താവിന്റെ സ്നേഹം. और ऐसा ही वो मसीह का प्रेम है। അതാ റോമലേഖനത്തിൽ പറഞ്ഞ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. और इसलिए रोमियो की पत्री में ये बात को बताता है कि परंतु परमेश्वर हम पर अपने प्रेम की भलाई इस रीति से प्रकट करता है कि जब हम पापी ही थे, तो मसीह हमारे लिए मरा। മനുഷ്യൻ നോക്കിയിരിക്കുക, ഒരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒരു നോട്ടത്തിലോ ഏതെങ്കിലും ആക്ഷനിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവനെ റിജക്റ്റ് ചെയ്യാൻ മനുഷ്യൻ നോക്കിയിരിക്കുമ്പോൾ, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു നാഥനാണ് എനിക്കുള്ളത്. और मनुष्य ऐसे इंतजार या ताक में बने रहते हैं कि हम यदि कोई गलती करे या कोई अपराध करे, तो तुरंत हमारे साथ उसी अनुसार व्यवहार करते हैं। परंतु परमेश्वर की बातों को थोड़ा ध्यान से देखते हैं, तो वचन कहता है कि मसीह जब हम पापी ही थे, तब भी हमारे लिए वो क्रूस पर मरा। എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, പാപിയായിരിക്കുന്ന മനുഷ്യന് വേണ്ടി
നിങ്ങളെ ചീത്ത വിളിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി പിന്നെ ഒരു നന്മ ചെയ്യുവാൻ, പ്രാണനെ കൊടുക്കണ്ട, പക്ഷെ നന്മ ചെയ്യുവാൻ നാം തയ്യാറാകുമോ? और मेरे आवाज सुनने वाले आप में से कितने लोग ये प्रभु के वचन के सामने अपने आप को समर्पित करेंगे कि आपके सामने आपके जो विरोध करने वाले हैं, आपके लिए गलत कार्य करने वाले उस व्यक्ति के लिए कुछ अच्छा काम करने के लिए आप अपने प्राण देने की आवश्यकता नहीं है, परंतु कुछ अच्छा भला का काम करने के लिए क्या आप कोशिश करेंगे? ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു തമ്പുരാൻ അവന്റെ പ്രാണനെ നമുക്ക് തന്നെന്നാ പറഞ്ഞ. അത്ര സ്നേഹമാ, അത്ര प्रणयमा നമ്മളോട്. और इस वचन में इस प्रकार लिखता है कि स्वर्ग से उतर आया परमेश्वर हमारे बचाव के लिए, हमें बचाने के लिए अपने प्राण को दे दिया। നോക്കുക, ആ സ്നേഹം എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നറിയാം? और ध्यान से देखना है कि ये प्रेम हमारे हृदय में किस प्रकार वास करता है। അത് 5-ാം അധ്യായത്തിന്റെ റോമർ 5:5 പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. वो रोमियो की पत्री 5:5 में इस प्रकार लिखता है कि परमेश्वर का प्रेम जो है, क्योंकि पवित्र आत्मा जो हमें दिया गया है उसी के द्वारा परमेश्वर का प्रेम हमारे मन में डाला गया है। ഇതൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായി സംസാരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് നമുക്കിത് എങ്ങനെ ഇതൊന്ന് ഉൾക്കൊള്ളാൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? और जब मैं इन बातों को प्रभु की आत्मा से हम जब आपको कह रहे हैं, तो ये बातों को क्या आप अपने जीवन में अपना कर पा रहे हैं क्या? കാരണം അവൻ സ്നേഹിച്ച സ്നേഹത്തെ അവൻ തന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ വാഴുകയാണ് ആ സ്നേഹം. और कारण यह है कि परमेश्वर ने जो हमारे लिए प्रेम किया, उसने दिया हुआ पवित्र आत्मा हमारे जीवन में इसके लिए दिया है कि उस प्रेम को हम समझ पाए। ഇത് നമുക്ക് മനുഷ്യന്റെ ബുദ്ധിയിൽ, മനുഷ്യന്റെ ചിന്തയിൽ, നമ്മുടെ ചിന്താഗതിയിൽ നമുക്കിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ? ये मनुष्य की बुद्धि में या हमारी समझ में इन बातों को हम समझ कर ले पा रहे हैं क्या? ഞാൻ അല്പം സ്പീഡിൽ പോകുക. मैं थोड़ा वेग में जाना चाहता हूं। എഫേസ്യ ലേഖനം 3:17 മുതലുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു. इफिसियों की पत्री 3:17 आयत से इस प्रकार पढ़ा जाता है, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. इफिसियों की पत्री 3 उसके 17 आयत से आगे इस प्रकार पढ़ा जाता है, और विश्वास के द्वारा मसीह तुम्हारे हृदय में बसे कि तुम प्रेम में जड़ पकड़कर और नेव डालकर सब पवित्र लोगों के साथ भली भांति समझने की शक्ति पाओ, और कि उसकी चौड़ाई और लंबाई और ऊंचाई और गहराई कितनी है, और मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ। അയോഗ്യരായ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സന്തോഷിക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, ഇതുവരെ നമുക്ക് അതിന്റെ ആഴമോ അതിന്റെ വീതിയോ അതിന്റെ നീളമോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ പരിജ്ഞാനത്തെക്കാൾ കവിയുന്നതാണ് നിത്യമായ സ്നേഹത്തിന്റെ വലിപ്പം. हम जो परमेश्वर के प्रेम को अनुभव करने के लिए योग्य नहीं थे, परंतु प्रभु ने हमें अपने प्रेम को जब दिया है, और हम जब उस प्रेम को अनुभव करते हुए चलते हैं, हमें अपने आप से ये बात को पूछना है कि हमने परमेश्वर की प्रेम का लंबाई, चौड़ाई, गहराई को समझने की कोशिश किया है या नहीं। ഞാനതിന്റെ ആ സന്തോഷം കൊണ്ട് ഒന്നുകൂടെ വായിക്കാം. ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും
ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും നിങ്ങൾ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. प्रेज द लॉर्ड। प्रभु का वचन में ये बात को पढ़ा जाता है कि तुम प्रेम में जड़ पकड़कर नींव डालकर सब पवित्र लोगों के साथ भली बात ही समझने की शक्ति पाओ कि उसकी चौड़ाई और लंबाई और ऊंचाई और गहराई कितनी है, और मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ। പ്രൈസ് ദി ലോർഡ്. അപ്പോ പ്രൈസ് ദി ലോർഡ്, നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയാൽ പിന്നെ മേലൊരിക്കലും കർത്താവേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിക്കത്തുള്ളൂ. एक बार हमने परमेश्वर के वो प्रेम जो हमें प्रभु ने किया है, उसकी उस लंबाई चौड़ाई गहराई को यदि हम समझ जाए तो फिर कभी भी हम प्रभु से प्रभु मुझे और दे दो ऐसे प्रार्थना नहीं करेंगे, परंतु उलट हम प्रभु से ऐसे बोलेंगे कि प्रभु आपने जो प्रेम मेरे लिए किया है, मैं उसके प्रति आपके लिए क्या कर सकता हूँ। ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമ്മൾ എന്തൊരു നന്ദി കെട്ട മനുഷ്യരാ, നമ്മളെ ഇത്രയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടും നന്മ തന്നിട്ടും പിന്നെയും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. हम कई बार ऐसे सोचने लग जाते हैं कि हम लोग कितने आमीन धन्यवाद रहित लोग हैं कि आमीन प्रभु इतना सब कुछ हमारे लिए देने के बावजूद भी हम पर्याप्त नहीं है ऐसे कहकर और उपवास और प्रार्थना उन विषयों के लिए कर बैठते हैं। അല്ല, നിങ്ങളത് ചിന്തിച്ചു നോക്കി, ഇന്ന് നല്ല കൂട്ടം ആൾക്കാരും സ്വർഗത്തിലെ ഭണ്ഡാരത്തിലെ അനുഗ്രഹങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. और आप थोड़ा सोच कर भी देखो कि आज के एक अच्छे समूह के लोग जो हैं, आमीन स्वर्ग के भंडार में से उन आशीषों को अपने लिए हासिल करने के लिए उपवास और प्रार्थना करते हैं। അല്ലാതെ കർത്താവിനുള്ള സ്നേഹം കൊണ്ട്, മണവാളനോട് ചേർന്നിരിക്കുവാനുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെയോ അവന്റെ പോക്കറ്റിലെല്ലാം ഉള്ളത് അടിച്ചെടുക്കാനാ. और इसके बावजूद ऐसा मन से नहीं कि उस दुल्हा से जो प्रेम है या दुल्हा के साथ हमेशा वास करने के लिए हो, परंतु उसके जेब में जो कुछ भी बचा है वो भी ले, इस अनुसार से वे उपवास और प्रार्थना करेंगे। എന്ന് പറഞ്ഞാല് പ്രൈസ് ലോർഡ്, അവനോട് സ്നേഹം കാണിക്കുന്നൊന്നും എനിക്കുള്ളതല്ല നിനക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ടല്ല, എങ്ങനെയെങ്കിലും സ്നേഹം കാണിച്ച് അവന്റെ കയ്യിലിരിക്കുന്ന മുഴുവൻ അടിച്ചെടുക്കാനുള്ള ഒരൊറ്റ പരിപാടിയാ ഈ കർത്താവിനോട് കാണിക്കുന്ന സ്നേഹം മുഴുവൻ. और इसका अर्थ ये भी है कि उससे प्रेम जो दिखाता है तो उसी से ये नहीं कहते कि मेरे पास जो कुछ भी है प्रभु मैं आपको दे देता हूँ, परंतु आमीन प्रभु से जो कुछ भी है वो और पाने के लिए ये उपवास और ये प्रेम को हम दिखाते हैं। ഈ നന്ദി കെട്ട മനുഷ്യരുടെ ഹൃദയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9 വാക്യങ്ങൾ എഴുതുന്നത്. और ऐसे धन्यवाद रहित लोगों के हृदय और मन को समझकर आमीन पौलुस कुलोसियों के पत्री 1 अध्याय उसके 9 आयत से आगे की और कुछ बातों को लिखता है। ഞാനൊന്ന് വായിച്ചു പോകാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ സമയം എടുക്കുന്നില്ല. और मैं सिर्फ उसे पढ़कर आगे बढ़ूंगा, उसको समझाने के लिए मैं समय नहीं लूंगा। അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ആലോചിച്ച് നോക്കണേ, പൗലോസ് സഭയ്ക്ക് വേണ്ടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നന്നായി കിട്ടാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല പ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല കഷ്ടതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന്
സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണമെന്നും അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നിത്യമായ സ്നേഹം. ഇതാ നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. और कुलोसियों की पत्री 1 अध्याय उसके 9 से आगे की आयतों को लगभग 12-13 वचन तक आप अपने आप में पढ़ लेना है। तो प्रभु का वचन जब हम पढ़ेंगे तो प्रभु ऐसा हमारे जीवन से इच्छा और चाहत रखता है। പൗലോസിന് അറിയാമായിരുന്നു മനുഷ്യരെ, ഈ സഭയിലുള്ള മനുഷ്യർ മുഴുവൻ, വിശ്വാസികൾ മുഴുവൻ നന്ദി കെട്ടവരാണ്. और पौलुस ये बात को जानता था कि इस कलीसिया के विश्वासी लोग जो हैं ये बिल्कुल धन्यवाद रहित लोग हैं। കൊലോസ്യ ലേഖനം എഴുതുന്നത് ജാതികൾക്ക് വേണ്ടിയല്ലല്ലോ, സഭയ്ക്കകത്തുള്ളവർക്ക് വേണ്ടിയാ. और कुलोसियों की पत्री जब लिखा था वो अन्य जातियों के लिए नहीं था, परंतु कलीसिया के अंदर के लोगों के लिए लिखा गया है। അതുകൊണ്ട് അവൻ മനസ്സ് മടുത്ത് പ്രാർത്ഥിക്കുക, ഈ ജനം ഒന്ന് നന്നായി കൊള്ളായിരുന്നല്ലോ. और इसलिए बड़े दुख के साथ पौलुस प्रार्थना कर रहा है कि ऐसे लोग यदि सुधर जाते तो अच्छा होता। യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഈ യേശു ക്രിസ്തു തന്നെ ഈ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. और यूहन्ना सुसमाचार 15 अध्याय को हम पढ़ेंगे तो वहां पर भी हम ये बात को समझ पाते हैं कि यीशु मसीह भी ऐसे लोगों के लिए प्रार्थना कर रहा है। നമ്മളുടെ സ്നേഹം കൊണ്ടാണ് യേശു ഈ കഷ്ടത മുഴുവൻ അനുഭവിച്ച് പീഡനം സഹിച്ച് ക്രൂശിൽ യാഗമായി തീർന്നത്. हमारे प्रति जो परमेश्वर का प्रेम था, इसी से प्रभु पूरी कष्ट को उठाकर ये पीड़ाओं को अपने ऊपर सहकर हमारे लिए वो क्रूस पर वो मरा। ഇത് മനസ്സിലാകാതെ പ്രൈസ് ദി ലോർഡ് നമ്മൾ നമ്മുടെ യോഗ്യതയും മെറിറ്റും പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഇനിയും കിട്ടണം, ഇനിയും തരണം, ഞാൻ പാസ്റ്ററാണ്, ഞാൻ ദൈവദാസനാണ്, ഞാൻ വിശ്വാസിയാണ്, എനിക്ക് ഇനിയും കിട്ടണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവന്റെ രക്തം ചൊരിഞ്ഞ പാതയിലൂടെ നീ സഞ്ചരിക്കുന്ന നീ മറന്നു കളയരുത്. और ये सब ना समझते हुए हम आज भी ऐसे कह देते हैं कि मैं एक पासबान हूं, मैं विश्वासी हूं, मुझे ये सब और प्राप्त होना है, परंतु वो परमेश्वर ने जो लहू बहाया हुआ उस मार्ग में से समझने के लिए और उसमें से चलने के लिए हम तैयार नहीं होते हैं। എന്നാണ് അവൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? कब से वो प्रभु मुझसे प्रेम करने लगा? ജനിച്ച് പേര് വീണതിന് ശേഷമല്ല, പിന്നെയോ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ സ്നേഹിച്ചു. और प्रभु हमसे प्रेम तब से नहीं कर रहा है कि जब से हमारी जन्म हो जाए और हमारे ऊपर किसी ने नाम रखा हो, परंतु वचन हमें सिखाता है कि माँ के कोख में आमीन या माँ के गर्भ में रचने से पहले उसने मुझे जान लिया और उसने मुझसे प्रेम किया। ജെരമ്യാവ് അങ്ങനെ പറയുമ്പോൾ യേശയ്യ പറയാണ്, നിന്റെ ഗർഭം മുതൽ എന്നെ വിളിച്ചു. और यिर्मयाह जब ऐसे बातों को कहता है, यशायाह नबी इस प्रकार से कहता है कि उसने मेरे अपने गर्भ में ही मुझे उसने बुला लिया है। യേശയ്യ പറയാണ്, ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് നിന്നെ ഞാൻ ദൈവദാസനായി നിർമ്മിച്ചു. और यशायाह इस प्रकार कहता है कि हम जब अपने माँ के गर्भ में थे तब मुझे अपने दास के रूप में प्रभु ने बुला लिया था। അങ്ങനെ അനവധി ഉദാഹരണ റെഫറൻസ് നമുക്ക് പറയാനുള്ളത്. ऐसे बहुत सारे आमीन आयतों को हम प्रभु के वचन से हम पढ़ सकते हैं। എഫെസ്യ ലേഖനം പറയുന്നത് പ്രൈസ് ദി ലോർഡ് ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നിന്നെ സ്നേഹം കൊണ്ട് തിരഞ്ഞെടുത്തേ. और एफिसियों की आमीन पत्रियों में ये बताता है कि इस संसार के आमीन उत्पत्ति से पहले ही परमेश्वर ने हमें चुन लिया है। എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. मुझे आमीन विचार में लाने वाले एक और बिंदु को बोलकर मैं समाप्त करता हूं। പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, यूहन्ना रचित सुसमाचार 1 अध्याय 12 वचन को पढ़ने के समय इस प्रकार पढ़ते हैं। പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. परंतु जितनों ने उसे ग्रहण किया उसने उन्हें परमेश्वर के संतान होने का अधिकार दिया। യേശു വന്നത് തോംസനെ സ്നേഹിക്കാനല്ല വന്നത്. यीशु मसीह आया केवल थॉमसन से प्रेम करने के लिए नहीं,
പിന്നെയോ അവൻ യഹൂദ ജാതിയായിരുന്ന അവൻ സ്വന്തക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. यहूदी मत के रहने वाला व्यक्ति यीशु मसीह जो है अपनों के बीच में पहले उतर आया था। അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവനെ കൈക്കൊള്ളുന്നവര് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തുകൊണ്ടാണ് ഇന്ന് തോംസൺ ദൈവത്തിലായിരിക്കുന്നത്. और जब उसने अपनों के लिए आया और अपनों ने जब उसको स्वीकार नहीं किया, तो ऐसे प्रभु ने एक योजना रखी कि जितने भी उस पर विश्वास करेंगे उसको प्रभु का संतान होने का अधिकार देगा। इसलिए प्रभु के दास और हम लोग प्रभु के उपस्थिति में आ पाए हैं। എന്താ യഹൂദിന് മനസ്സിലായില്ലേ ഇവൻ ദൈവപുത്രനാണെന്ന്? क्या यहूदियों को ये समझ नहीं पा रहा था कि ये परमेश्वर का पुत्र है? ലോകത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളിലും 90% യഹൂദന്റേതാണ്. और दुनिया के हर एक शोध कार्यों में 90% जो शोध के कार्य हैं वो यहूदियों की ओर से हैं। നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതിൽ 90% അവർക്കാ കിട്ടിയിട്ടുള്ളത്. नोबेल प्राइज जो ऐसे शोधकर्ताओं को दिया जाता है उसमें से 90% जो है ऐसे यहूदियों ने पाया हुआ है। ലോക ചരിത്രം നിയന്ത്രിക്കപ്പെടുന്ന യഹൂദിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. और दुनिया का चरित्र या दुनिया का इतिहास का रचना या उसका नियंत्रण यहूदी की ओर ध्यान में रखते हुए हैं। ഇന്നും ലോക രാഷ്ട്രങ്ങൾക്ക് യഹൂദിനെ പേടിയ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക അവന്റെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണെന്ന്. आज भी दुनिया के आमीन एक एक राष्ट्र जो है वो यहूदियों की ओर ताक लगाए हुए बैठते हैं कि उनकी अगला पड़ाव क्या होगा। അങ്ങനെ ഒരു ജാതിക്ക് യേശു അവര് ദൈവപുത്രനാണെന്നുള്ള അറിവ് എന്തുകൊണ്ട് ഇല്ലാതായി? और ऐसे एक बुद्धिमान ऐसे एक जाति को ये परमेश्वर जो यीशु है वो प्रभु का संतान है, ये एक ज्ञान क्यों नहीं हुआ? ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. एक एक शब्द में मैं बोलकर समाप्त करना चाहूंगा। ജാതികളായിരുന്ന എന്നെയും നിന്നെയും സ്നേഹിക്കുന്നുകൊണ്ട് വീണ്ടെടുക്കുവാൻ വേണ്ടി യഹൂദന്റെ കണ്ണുകളെ അവൻ കുരുടാക്കി ഹൃദയത്തെ തടിപ്പിച്ചു. പ്രൈസലോ, അവന്റെ ചെവിയെ മന്ദമാക്കി കളഞ്ഞു. जातियों को जो जातियों में से हम जो थे हमें छुड़ाने के लिए परमेश्वर ने यहूदियों की आंखों को आमीन इस प्रकार कर दिया कि वे एक पुत्र को समझ ना पाए। ആ സ്നേഹമാണ് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം. और वही है यीशु मसीह ने जो हमसे किया हुआ प्रेम का प्रतीक। അവൻ ഇന്ന് യഹൂദജാതി അനുഭവിക്കുന്ന സകല പീഡനങ്ങളും ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ കുഴപ്പമല്ല, നമ്മളെ സ്നേഹിച്ച സ്നേഹത്താൽ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം അവരെ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് തള്ളിക്കളഞ്ഞു. और आज यहूदियों के अंदर जो भी पीड़ा और संकट को अनुभव करते हैं वो सब हमारे प्रति जो परमेश्वर का प्रेम था हमें अपनाने के लिए परमेश्वर ने उनको एक काल के लिए एक निश्चित समय के लिए उनको अपने सामने से दूर कर दिया है। അങ്ങനെ ഒരു സ്നേഹമാണ് അവൻ നമ്മെ സ്നേഹിച്ചതെങ്കിൽ ഇനിയും നാം അവന് വേണ്ടി നമ്മെ തന്നെ കൊടുക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ? ऐसा एक प्रेम यदि प्रभु हमसे किया है तो आज आगे भी हम अपने आप को वो प्रभु के और दिए बगैर हमारे जीवन में और कुछ भी बाकी है क्या? നമുക്ക് ഇങ്ങനെ തീരുമാനമെടുക്കാം. ഇന്ന് പെർസിക്യൂഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് എന്നെ തന്നെ മാത്രമേ കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റൂ. there is no any other complaints. और हम ऐसे एक निर्णय ले सकते हैं आज सताव भरे ऐसे एक माहौल में जब हम जी रहे हैं हम प्रभु के लिए अपने आप को ही देने से बढ़कर और कुछ भी हम कर नहीं पाएंगे। നമുക്ക് വേണ്ടി പ്രാണൻ തന്ന കർത്താവിന് നമ്മുടെ പ്രാണനെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വചനശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. हमारे लिए जीवन दिया हुआ अपने प्राण दिया हुआ वो परमेश्वर को हम अपने जीवन की ओर समर्पण करते हुए आज दिया हुआ इस समय को मैं समाप्त करता हूं। Praise God. Praise